ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നോർത്ത് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ കൂടെയാണ്. എന്തൊക്കെയാണ് ചേച്ചി പറയാനുള്ളത്? കോഴിക്കോട് നോർത്ത് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആധിപത്യമാണ്. പൊതുജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം നൽകാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കൂ. ഇവിടെ യഥാർത്ഥമായിട്ടുള്ള വികസനം നടപ്പിലാക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രചരണം നടക്കുന്നത്. തീർച്ചയായിട്ടും ആ വികസനത്തിനൊപ്പം ഇവിടെയുള്ള കോഴിക്കോട് നോർത്തിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ബാക്കി പ്രചരണത്തിലേക്ക് കടക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരിക? കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനം, ആരോഗ്യ മേഖല എടുത്ത് നോക്കിയാൽ 2 ആശുപത്രികൾ തകർന്നടിഞ്ഞ സാഹചര്യമാണ്. അതിനെ 2 ആശുപത്രികൾ മോഡിഫൈ ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം സാധ്യമാക്കും. അതുപോലെ വിദ്യാഭ്യാസ വ്യാവസായിക മേഖലകൾ, യുവാക്കൾ ഒന്നും തന്നെ നമ്മുടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലില്ല, കേരളത്തിൽ തന്നെ ഇല്ലാത്ത സാഹചര്യം. അങ്ങനെ വാർദ്ധക്യം ബാധിച്ച ഈ കേരളത്തിന് ഒരു മോചനം നൽകിക്കൊണ്ട് യുവാക്കളെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരിക, യുവാക്കളെ കോഴിക്കോട് നോർത്തിലെ യുവാക്കളെ തിരിച്ചു കോഴിക്കോട് എത്തിക്കുക, അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാവസായിക മേഖലയും തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് നടത്തിയതിന്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം സിറ്റിംഗ് MLA ആയിട്ടുള്ള വ്യക്തി, അതായത് വീണ്ടും ജനമധ്യത്തിൽ ഇറങ്ങി വോട്ട് അപേക്ഷിക്കുന്ന വ്യക്തി, ഒരു പുരോഗമന ചിന്താഗതിയോട് കൂടിയുള്ള കാഴ്ചപ്പാടല്ല കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു വികസനവും കൊണ്ടുവരാതെ ഇവിടെ പല പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിരുന്ന പല വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും പാലിക്കാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. ഈ ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യത്തിലും പാർക്കിങ്ങിന്റെ കാര്യത്തില്, ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തില് തുടങ്ങിയിട്ട് ഒരു മേഖലകളും തന്നെ സ്പർശിക്കാതെ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പം എന്താ പറയുക, ഇപ്പൊ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നുള്ള രൂപത്തിലാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ഭാരതീയ കൾച്ചറിൽ ഊന്നിയിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞത്. എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണല്ലോ ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയുന്ന ഒരു സംസ്കാരമാണല്ലോ. അപ്പൊ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കോ? ലോക സമസ്ത സുഖിനോ ഭവന്തു, അതിനെ ആസ്പദമാക്കിക്കൊണ്ട് മാനവ സേവ, മാധവ സേവ, ഇതിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത്. ജാതി തിരിച്ച് മതം തിരിച്ചുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥന നടത്തിയതും ഇവിടെ ജനങ്ങളെ 2 തട്ടിലാക്കി വിഭജിച്ച് നിർത്തിയതും LDF-ഉം UDF-ഉമാണ്. അതിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് വികസനം എന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ട് ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് വികസനത്തിനോടൊപ്പം പൊതുജനങ്ങൾ നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഇത്തവണ എത്ര സീറ്റ് പിടിക്കുന്നതാണ് നിങ്ങൾ കരുതുന്നത്? മൊത്തത്തില് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ റനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോഴിക്കോട് നോർത്തിലായാലും സൗത്തിലായാലും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും BJP തന്നെ വിജയിക്കും എന്നുള്ള തരത്തിലാണ്. കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിലുള്ള നിരവധി MLA-മാരെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്നുള്ള നിശ്ചയദാർഢ്യം ഇന്ന് പൊതുജനങ്ങൾക്കുണ്ട്. അതിന്റെ തെളിവാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള വിജയം. അവിടെ മേയറും ഡെപ്യൂട്ടി മേയറും ഇന്ന് തലസ്ഥാന നഗരിയിൽ BJP-യുടേതാണ്. ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ വരുന്ന ഇലക്ഷനിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടാവും. പിന്നെ CPM-കാർ പറയുന്നു കോൺഗ്രസുകാരായിട്ട് ഡീൽ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതിന് കോൺഗ്രസ്സുകാർ മറിച്ചും പറയുന്നുണ്ട് വിവിധ മണ്ഡലങ്ങളിൽ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഇതെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത് CPM-ഉം LDF-ഉം ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 2 മുന്നണികൾക്കും ഭാരതീയ ജനതാ പാർട്ടിയെ പേടിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് BJP ജയിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ ജയിച്ചാൽ അത് ഡീലായിരിക്കും എന്നുള്ളതിന്റെ ഒരു തുറന്നു പറച്ചിൽ, ഒരു അഡ്വാൻസ് ആയിട്ടൊരു പറച്ചിൽ വരികയാണ്. തീർച്ചയായിട്ടും 2 മുന്നണികളും എത്രത്തോളം ഭാരതീയ ജനതാ പാർട്ടിയെ ഭയക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടേ കാണുന്നുള്ളൂ. ഈ ഡീല് എന്ന് പറയുമ്പോൾ BJP-ക്കുള്ള ഡീല് പൊതുജനങ്ങളുമായിട്ടാണ്, BJP-യുടെ ഡീല് വോട്ടേഴ്സ് ആയിട്ടാണ്, ഞങ്ങളുടെ ഡീല് പൊതുസമൂഹവുമായിട്ടാണ്. അതല്ലാതെ മറ്റൊരു പാർട്ടിയുമായിട്ടുള്ള ഡീല് കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നത് പോലെ BJP-ക്കില്ല, മറ്റു പാർട്ടികൾക്കാണ് ഉള്ളത്. ഇതിനു മുമ്പ് പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് 20 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കും എന്നുള്ള രീതിയിലാണ്. സപ്പോസ് അങ്ങനെ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ, അത് വരുന്ന സമയത്ത് ഞാനല്ലല്ലോ, അത് പാർട്ടിയല്ലേ നിശ്ചയിക്കുന്നത്. അത് തീർച്ചയായിട്ടും പാർട്ടിയുടെ ഇവിടെ അല്ല, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് വരെ ഞങ്ങൾ ആരുമല്ല. അതിനൊരു ഘടകം വേറെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ആ ഒരു അവസരം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും മുൻപോട്ട് പോകുന്നത്. പൊതുവെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്, പ്രവർത്തകർ എത്തിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ മുദ്രാ ലോൺ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ.
ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അത് അവെയർ അല്ലേ, നിങ്ങൾ പ്രവർത്തകർ അവെയർ അല്ലാത്തൊരു സാഹചര്യം ഉണ്ട്. ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിരവധിയായിട്ടുള്ള. നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിസാൻ സമ്മാൻ നിധി വാങ്ങിക്കുന്ന എത്ര ആളുകളുണ്ട്, മുദ്രാ ലോൺ എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട്, ഈ കുടിവെള്ള കണക്ഷൻ സൗജന്യമായിട്ട് എത്തിച്ചു എന്ന് പറഞ്ഞ വലിയ ഹോർഡിങ്സുകൾ ഉണ്ടല്ലോ പല ഭാഗത്തും. അത് മുഖ്യമന്ത്രിയുടെ മുഖത്തോട് കൂടിയിട്ടാണ് ഒട്ടിച്ചതെങ്കിലും നമുക്കറിയാം അതെല്ലാം വന്നിട്ടുള്ളത് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലൂടെയാണ്. അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഖ്യാതി നേടിക്കൊടുത്തതും കേന്ദ്ര സർക്കാർ റേഷൻ കടകൾ മുഖേന നൽകുന്ന ഭക്ഷ്യധാന്യത്തിലൂടെയാണ്. അതുകൊണ്ട് ഇവിടെ വികസനം സാധ്യമായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലൂടെയാണ്. അത് പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പൊതുജനങ്ങളെ പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികളാണ് എന്ന് മാത്രം. അത് തങ്ങളുടേതാക്കി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഒരു പരസ്യപ്പെടുത്തൽ LDFന്റെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ഈ പ്രാവശ്യം നൽകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി. നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയോ? ജാഷ് ടോക്സ്. ഓക്കെ, ഷുവർ സപ്പോർട്ട് ദ പേജ്. ഓക്കെ, താങ്ക് യു.